വഖഫ് നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധത്തിൽ വിഭാഗീയത ഉണ്ടാക്കാൻ പാടില്ലാത്തതാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. കൊച്ചിയിലെ വഖഫ് സംരക്ഷണ റാലിയിൽ ക്ഷണിച്ചില്ലെന്ന വിവാദത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. റാലിയെക്കുറിച്ചും സംഘടനയെക്കുറിച്ചും ഒന്നും പറയുന്നില്ലെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ 24 പറഞ്ഞു. കൊച്ചിയിൽ നിന്ന് റാഫി കരീം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വഖഫ് സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സമ്മേളനം സുന്നി വിഭാഗത്തിൻ്റെ എറണാകുളത്ത് നടക്കുന്നുണ്ട്. മുസ്ലിം ലീഗായിരുന്നു വഖഫുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സമരങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കും മുന്നിൽ നിന്നത്. ഇന്നത്തെ സമ്മേളനത്തിൽ തങ്ങളെ ക്ഷണിക്കാത്തതിൻ്റെ പേരിൽ ചില വിവാദങ്ങളുണ്ടായി. അത്തരത്തിൽ ഒരു ക്ഷണം ആഗ്രഹിച്ചിരുന്നു. എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം? അതിനെക്കുറിച്ചൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല. വഖഫ് പോലുള്ളൊരു വിഷയം, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വഖഫ് ഭേദഗതി പാർലമെൻറ്റ് പാസ്സാക്കിയത് അത് ഏതെങ്കിലും ഒരു സമുദായത്തെ മാത്രം ബാധിക്കുന്ന കാര്യമില്ല. അതൊരു ദേശീയ വിഷയമാണ്, ദേശീയ രാഷ്ട്രീയത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ജനാധിപത്യത്തെയും മതേതരത്വത്തെയും അതുപോലെ ഭരണഘടനാ തത്വങ്ങളെയൊക്കെ പാലിക്കുന്ന ഒരു നിയമ ഭേദഗതിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ എതിർക്കാൻ എല്ലാവരും തയ്യാറായിട്ടുണ്ട്. അത് ഒറ്റക്കെട്ടായി എതിർക്കുകയും ചെയ്യേണ്ടത്. അതിൻ്റെ പേരിൽ ഒരു വിഭാഗീയത ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അതെനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പോൾ അതിനെ എതിർത്തത് ജാതി മത കക്ഷി ഭേദമന്യേ രാജ്യത്തെ എല്ലാവരുമാണ്. പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഒറ്റക്കെട്ടായിട്ട് അതിനെ എതിർത്തു. മുഴുവൻ സമുദായങ്ങളും അതിനെ എതിർക്കുകയാണ്. കാരണം ഇത്തരം നിയമങ്ങൾ എന്നുള്ളത് ഒരു സമുദായത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, പല സമുദായങ്ങളെയും ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ രാജ്യം തന്നെ ഒറ്റക്കെട്ടായിട്ട് എതിർക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ പേരിലൊരു വിഭാഗീയത ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയുന്നത്. വിശദാംശങ്ങളുമായി ഇപ്പോൾ റാഫി കരീം ചേരുന്നുണ്ട്. റാഫി, എന്താണ് അദ്ദേഹം ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന ഒരു നിലപാട്? റാഫി, കൊച്ചിയിൽ നടന്ന വഖഫ് സംരക്ഷണ സമ്മേളനത്തെ കുറിച്ച് അദ്ദേഹത്തോടുള്ള ചോദ്യത്തോട് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ ഇല്ല എന്നുള്ളതാണ് പറഞ്ഞത്. എന്നാൽ ഈ വഖഫുമായി ബന്ധപ്പെട്ട വിഷയം അത് എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട വിഷയമാണ്. ഒരു സമുദായത്തെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല വഖഫ് എന്നുള്ളതാണ്. അത് ഭരണഘടനയെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആ വിഷയത്തിൽ ഒറ്റക്കെട്ടായാണ് ഇതുവരെയും നിന്നിട്ടുള്ളത്. ഇനിയും ആ നിലയിലുള്ള നിലപാടാണ് എല്ലാ സംഘടനകളിൽ നിന്നും വേണ്ടതെന്നാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്. ഒപ്പം തന്നെ വഖഫ് സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം വിഭാഗീയത പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. വഖഫ് സംരക്ഷിക്കേണ്ടത് എല്ലാ സമുദായങ്ങളുടെയും ആവശ്യമാണ് എന്നുകൂടി സാദിഖ് അലി ശിഹാബ് തങ്ങൾ ുള്ള വിവാദങ്ങളോടുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി സംഘാടനത്തെക്കുറിച്ചോ സമ്മേളനത്തെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല എന്നുള്ളതായിരുന്നു. വഖഫ് സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊച്ചിയിലെ വഖഫ് സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുന്നി സംഘടനകൾക്കിടയിൽ തന്നെ വലിയ വിഭാഗീയത ഉണ്ടായിരുന്നു. പല സംഘടനകളും ഈ വിഷയത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന നിലപാടുണ്ടായിരുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇന്ന് വീഡിയോ സന്ദേശത്തിലൂടെയാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. ഒപ്പം തന്നെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട 4 സുന്നി സംഘടനകൾ സംഘടിപ്പിച്ച അവർ പങ്കെടുക്കേണ്ട പരിപാടിയിൽ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ പങ്കെടുക്കില്ല എന്ന് ജനറൽ സെക്രട്ടറി തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ സമ്മേളനത്തിലേക്ക് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ക്ഷണിക്കാതിരുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വിഭാഗീയത ഉണ്ടായതെന്നുള്ള തരത്തിലായിരുന്നു പുറത്തു വന്ന വിവരങ്ങൾ. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ ഈ സമ്മേളനത്തിൽ നിന്ന് പിൻവാങ്ങുന്നത് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഈ സമ്മേളനത്തിൽ ക്ഷണിക്കാത്തത് കൊണ്ടാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പ്രതികരണം മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളിൽ നിന്ന് ഉണ്ടായത്. റാഫി കരീമാണ് വിവരങ്ങൾ നൽകിയത്.